ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊന്ന് ലുലു മോൾ വരെ പോയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് അതൊക്കെ നടക്കുമായിരുന്നു. നല്ല അടിപൊളി വെറൈറ്റി ടൈപ്പിലുള്ള ബാഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. ബാഗ്, പിന്നെ അതുപോലെ തന്നെ ബുക്സ്, പിന്നെ അതുപോലെ തന്നെ പെൻസില്, പേന, പല ടൈപ്പ്. നമ്മുടെ സമയത്തൊന്നും കാണാത്ത രീതിയിൽ എന്ത് സൂപ്പർ സാധനങ്ങളാണ് ഇപ്പോഴൊക്കെ കുട്ടികൾക്കുള്ളതെന്ന് അറിയാം. ബാഗൊക്കെ കാണാൻ എന്തോരം ഭംഗിയാണെന്നറിയാമോ. അപ്പോൾ ഇഷാൻകുട്ടൻ്റെ ബാഗ് ഉണ്ടായിരുന്നു, വാങ്ങിച്ച് നേരത്തെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷാൻകുട്ടൻ്റെ ബാഗ് വാങ്ങിക്കേണ്ടി വന്നില്ല. പക്ഷെ ഒരുപാട് നല്ല ഓഫറിനൊക്കെ നല്ല അടിപൊളി ബ്രാൻഡിൻ്റെ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൗച്ച്, പല ടൈപ്പ് പൗച്ച്, പിന്നെ പല ടൈപ്പ് പെൻസിൽസ്, അതുപോലെ തന്നെ ബുക്ക് പൊതിയുന്ന നമ്മുടെ കവറിങ് പേപ്പർ ഉണ്ടല്ലോ, അത് തന്നെ പല ടൈപ്പിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ അവിടെ എല്ലാം നോക്കി. എന്നിട്ട് പിന്നെ നമ്മൾ ലുലുവിനകത്തോട്ട് കയറാമെന്ന് കരുതിയിട്ട്, ഹൈപ്പറിനകത്തോട്ട് കയറാമെന്ന് കരുതി. അപ്പം നമ്മുടെ കുഞ്ഞാവ് ഇതെല്ലാം നോക്കേണ്ടത് എന്താ സംഭവം എന്ന് വെച്ചാൽ അവ ഫുള്ള് നോക്കുമായിരുന്നു കേട്ടോ. എന്താ അവന് കാണാൻ നല്ല രസമല്ലേ ഓരോന്ന്. അത് ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ അവർ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയല്ലേ. പിന്നെ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇതേപോലെ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്നത് ഒത്തിരി കുപ്പി, അതുപോലെ തന്നെ പെൻസില്, പെന്ന, പല ടൈപ്പ് ബാഗ്, ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, അവരുടെ പുറത്തുള്ളതിൻ്റെ ബാക്കിയായിട്ട് അകത്ത് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം കുഞ്ഞു കയ്യിലുള്ളത് കൊണ്ട് ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് അവനെ ഫീഡ് ചെയ്യാൻ പോകണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് വേറെ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. പിന്നെ അവനൊരു ബോക്സും കാര്യങ്ങളും മാത്രമേ മേടിച്ചുള്ളായിരുന്നു, കാരണം പ്രത്യേകിച്ച് വേണ്ടായിരുന്നു, അവന് എല്ലാം ഇരിപ്പുണ്ട്. നമ്മൾ പിന്നെ ജസ്റ്റ് നോക്കാം കറങ്ങാൻ വേണ്ടിയിട്ട് അവനെ ഒന്ന് ഇതേപോലെ വണ്ടിയൂറയ്ക്കകത്ത് കയറ്റുന്ന കറക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു എൻജോയ്മെൻ്റ് ആകുമെന്ന് കരുതിയിട്ട് പോയതാണേ. അപ്പോൾ അവിടെ വണ്ടിയൂറെ കയറിയപ്പോൾ അവിടെ എന്തായാലും ഇതിൻ്റെ മണ്ടയിൽ കയറണമെന്ന് പറഞ്ഞു. വലിയ കാര്യത്തിൽ കയറി പോയപ്പോൾ ഇയാൾക്ക് മുകളിലോട്ടൊക്കെ പോയപ്പോൾ ചെറിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ അവ കയറി. പക്ഷെ അവ അത്രയും കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ആദ്യമായിട്ടാണ് കുഞ്ഞ് കയറുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ അങ്ങ് മുകൾ വരെ കയറി. ഇടയ്ക്കിടയ്ക്ക് അവന് ഭയങ്കര കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും അവൻ്റെ ടെൻഷനുണ്ടല്ലോ. പക്ഷെ അവൻ പ്രശ്നമാക്കാതെ എന്തായാലും അവൻ കയറി കേട്ടോ. അങ്ങ് മുകളിൽ വരെ കയറിയിട്ട് അവൻ പിന്നെ ഒരു സൈറനുണ്ട്, അത് അടിക്കണം കേട്ടോ. അങ്ങ് ഏറ്റവും മുകളിൽ കയറിയിട്ട് അവൻ എന്തായാലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ പതുക്കെ കയറുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഫസ്റ്റ് ടൈം അവൻ കയറുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് ടൈം അവൻ കയറിയല്ലോ, അങ്ങ് മുകളിൽ വരെ കയറി, ആ സൈറനടിച്ചു. ഭയങ്കര സന്തോഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. പിന്നെ അങ്ങ് മുകളിൽ പോയി സൈറനടിച്ചു. പിന്നെ തിരിച്ച് ചാടിയാൽ മതി. അപ്പോൾ തിരിച്ച് അവനിങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പം നമ്മൾ പറയുന്നത് വേണ്ട ചാടിയാൽ മതി. അപ്പോൾ അവന് പേടി, ചാടുമ്പോൾ എന്താവും എന്നുള്ളത് ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷെ സാരമില്ല, അവനാണെങ്കിൽ ജസ്റ്റ് കയറിയിട്ട് പിന്നെ രണ്ട് സ്റ്റെപ്പ് താഴെ ഇറങ്ങിയിട്ട് പിന്നെ അവനെങ്കിൽ ചാടി കേട്ടോ. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ടും പോയത് അവിടെ. അങ്ങനെ പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെ അവൻ പതുക്കെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. പിന്നെ അവനെ കൊണ്ട് അവൻ ചാടി. പിന്നെ അവിടുത്തെ ഓരോ എന്താ പറയുക ഗെയിംസിനകത്തുമൊക്കെ പോയിരുന്ന് എടുക്കുകയൊക്കെ ചേർന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ബാക്കി ഒരുപാട് ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് എടുക്കാൻ ഒട്ടും പറ്റിയില്ല. കുഞ്ഞു കൈ ഉള്ളതുകൊണ്ട് അവൻ ചില സമയത്തൊക്കെ അവൻ്റെ സ്വഭാവം എന്താ പറയുക കരച്ചിലും കാര്യങ്ങളാവും, ചില സമയത്ത് അവൻ ഓക്കെയാണ്. അപ്പോൾ ആ ടൈമിൽ അവനെ ഫീഡ് ചെയ്യാൻ പോകും. അങ്ങനെയൊക്കെ കുറേ ടൈം അങ്ങ് പോയി കേട്ടോ. പിന്നെ അതെന്താ പറയുക, പിന്നെ അവിടുത്തെ ഫുഡ് കഴിച്ചായിരുന്നു. അത് അവിടെ നിന്ന് തന്നെ കഴിച്ചു. അതും നല്ല ലേറ്റായിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. നമ്മൾ പാരഗണിയിൽ നിന്ന് ബിരിയാണിയാണ് കഴിച്ചത്. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, അതൊക്കെ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം വിശപ്പിൻ്റെ ആഘാതത്തിൽ നമ്മൾ പെട്ടെന്ന് പോയി കഴിക്കുമായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ ഹൈപ്പറിൽ കയറിയാൽ തന്നെ നമ്മൾ ടൈം പോകുന്നതേ അറിയില്ലല്ലോ. നമ്മളിങ്ങനെ നോക്കി ഒരുപാട് ടൈം അവിടെ തന്നെ അങ്ങ് നഷ്ടമായി കേട്ടോ. പിന്നെ അവിടെ ചോക്ലേറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെയാണ് നമ്മൾ പോയത്. അപ്പോൾ പിന്നെ അതെല്ലാം നോക്കി വന്നപ്പോൾ ഒരു സമയമായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.